ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കുഞ്ഞു ബുക്കാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റാപ്ലർ വേണം, ഒരു പെൻസിൽ, പിന്നെ ഓട്ടാക്കുന്ന ഒരു മെഷീൻ, ഒരു കത്രിക. എൻ്റെ കത്രിക പൊട്ടിയതാണ്, എൻ്റെ കൈക്കിൽ നിന്ന് വീണാണ് കേട്ടോ. പിന്നെ ബ്രഷ് പെന്ന് വേണം, ഒരു ഡബ്ബറും വേണം. ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു A4. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതുപോലെ മടക്കുക. അപ്പം നമ്മൾ ഇതേപോലെ മടക്കുക. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ സ്കെച്ച് ബ്രഷ് പെന്ന് മാത്രമല്ല കേട്ടോ ഇതിൽ ഉപയോഗിക്കുക. ഏത് ക്രയോൺ ആയാലും പറ്റും, ഏത് കളറായാലും പറ്റും കേട്ടോ. എന്നിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കത്രിക കൊണ്ട് സൈഡിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ ഒക്കെ ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡും വെട്ടിയാൽ ഇതേപോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. ഓരോ പേപ്പറായി കിട്ടും. അതിൽ ചിലതൊക്കെ ഇതേപോലെ പെടും. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി അതേപോലെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ ആക്കിയോണ്ട് അപ്പോൾ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒന്നുകൂടി വെട്ടാണ്ട് ഈ ഭാഗം മാത്രം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ നമ്മൾ വെട്ടി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വെട്ടുകയാണെങ്കിൽ ഓരോ പേപ്പറായി വെക്കുമ്പോൾ പല സൈഡും ഒരേപോലെ കിട്ടൂല കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഭാഗം മാത്രം ഇതേപോലെ കിട്ടും, ഈ ഭാഗം ഇതേപോലെ തന്നെ വേണം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ബുക്കായി. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് പല ഡിസൈനും നമുക്ക് വരക്കാം. ഞാൻ ഇപ്പോൾ വരക്കാൻ പോകുന്നത് ഗ്രിഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് വരക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്രിഡ് ലൈൻസ് വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ബ്രൗൺ ബ്രഷ് പെന്നോണ്ട് ഞാൻ ഇതേപോലെ കുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് ഒരു ഓട്ടിടണം. സൈഡിലാണ് ഓട്ടിടേണ്ടത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽക്കൂടി ഒരു നൂല് കയറ്റി കൊടുക്കാം. വേണ്ടവർ മാത്രം നൂല് കയറ്റിയാൽ മതി. ഞാൻ ബാഗും അങ്ങനത്തേമൊക്കെ എവിടേക്കായാലും പോകുമ്പോൾ കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പിടിക്കും. അങ്ങനെ പിടിപ്പുണ്ടാക്കണേ. എന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതിനെ കൊണ്ടൊരു ഉപകാരമുണ്ട്. നമ്മൾ മറക്കണ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതിൽ എഴുതി വെക്കാം കേട്ടോ. ഇതിൽ കുറേ പേജൊക്കെ ഉണ്ട്. ഇതിൽ എത്ര എഴുതാം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ശരി, ബായ്.